അല്ല, അൻവർ ശരിക്കും ഒരു വികാരജീവിയാണ്. കാരണം രാഷ്ട്രീയത്തിൽ വികാരം പാടില്ല, പ്രായോഗികതയാണ്. പലപ്പോഴും പ്രായോഗികതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് പി വി അൻവറിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ചെന്നൈയിൽ പോവുകയും DMK ആയിട്ട് അദ്ദേഹം ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ആ ചർച്ച അധികകാലം മുന്നോട്ട് പോയില്ല. അദ്ദേഹം ചില വേഷം കെട്ടുകളൊക്കെ നടത്തിയതല്ലാതെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹം രാജിവെച്ചതാണ്. പക്ഷേ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്തിന് അദ്ദേഹം ഏറ്റവും കൂടുതൽ അഭ്യർത്ഥന നടത്തിയത് എന്നെ UDF ഭാഗമാക്കി മാറ്റണം എന്നായിരുന്നു. UDF കയറാൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും അന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു, നമുക്കറിയാം. പക്ഷേ ഇതിൽ ആകെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പി വി അൻവറിന്റെ വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. നമസ്കാരം. 2 ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പി വി അൻവറിൻ്റെത്. അതിൽ നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്. അൻവർ അന്ന് TMC നേതൃത്വത്തിന് കൊടുത്തെന്ന് പറയുന്ന ഒരു കത്തും അതിൽ പറയുന്ന ചില പേരുകളും നമുക്കറിയാം. KJ ഷൈൻ, U പ്രതിഭ, C ദിവാകരൻ തൊട്ട് G സുധാകരൻ്റെ പേരുകൾ വരെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ റെപ്യൂട്ടഡ് ആയ ഇത്രയും നേതാക്കളുടെ പേരുകൾ വെറുതെ ആരെങ്കിലും വിളിച്ച് പറയൂ? അല്ലെങ്കിൽ എന്തായിരിക്കും അന്ന് അൻവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇനി സത്യമായിരുന്നെങ്കിൽ എവിടെയാണ് അൻവറിന് പിഴച്ചത്? അല്ല, അൻവർ ശരിക്കും ഒരു വികാരജീവിയാണ്. കാരണം രാഷ്ട്രീയത്തിൽ വികാരം പാടില്ല, പ്രായോഗികതയാണ്. പലപ്പോഴും പ്രായോഗികതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് പി വി അൻവറിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. കാരണം പി വി അൻവർ CPM വെല്ലുവിളിച്ചുകൊണ്ട് തുടങ്ങിയ പ്രതിഷേധം പിന്നീട് വലിയ രീതിയിൽ കൊടുങ്കാറ്റായി മാറുകയും അദ്ദേഹം പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് തുടക്കമിടുകയും ഒടുവിൽ അത് പിണറായി സത്തിനെതിരെയും മരുമോനസത്തിനെതിരെയും അതുപോലെ തന്നെ P ശശിക്കെതിരെയും MR അജിത് കുമാർ, അന്ന് ADGP ആയിരുന്ന MR അജിത് കുമാറിനെതിരെയൊക്കെ ഉള്ള വലിയ ആരോപണങ്ങൾ കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, പോലീസ് ഓഫീസർമാർ, ഉന്നത പോലീസ് ഓഫീസർമാർ കോഴിക്കോട് എയർപോർട്ടിൽ, അതായത് പിന്നെ കരിപ്പൂർ എയർപോർട്ട് ത്രൂ സ്വർണം കടത്തുന്നവരെ പിടിക്കുകയും അവരിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള നിരവധിയായ അധാർമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും ചില പോലീസ് ഓഫീസർമാരുമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇന്ന് തുടങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P ശശിയും MR അജിത് കുമാറും ചേർന്നുകൊണ്ട് നടത്തുന്ന നിരവധി ആരോപണങ്ങൾ. അപ്പം ഇത് CPM തന്നെ വലിയ രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തിരുന്നെന്നറിയാം. CPM നിന്ന് ഒരു വലിയൊരു വിഭാഗം പി വി അൻവറിൻ്റെ കൂടെ ചിലപ്പോൾ പോയേക്കും എന്നുള്ള രീതിയിലുള്ള മാധ്യമ വാർത്ത വരെ അന്നുണ്ടായിരുന്നു. അപ്പോൾ പി വി അൻവറിന് രഹസ്യമായും ചിലർ പരസ്യമായും തന്നെ പിന്തുണ പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ പി വി അൻവർ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കഴമ്പുണ്ട് എന്നുള്ള രീതിയിൽ ചില ആളുകൾ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ഇദ്ദേഹം പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിക്കുന്നതും അദ്ദേഹം DMK എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുന്നു. അത് രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ല, ഒരു സംഘടന രൂപീകരിക്കുന്നു. അന്ന് 2024 ഒക്ടോബർ 9-ാം തീയതി ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6-ആണോ 9-ആണോ എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഈ മഞ്ചേരിയിൽ നടന്നൊരു വലിയ പൊതുസമ്മേളനം, മഞ്ചേരിയിൽ അന്ന് വലിയ പൊതുസമ്മേളനം വിളിച്ചു ചേർക്കുകയും അദ്ദേഹത്തിനോട് കൂടെ നിൽക്കുന്ന ആളുകളുടെ സംഖ്യാബലം കാണിക്കാൻ വേണ്ടിയിട്ട് നടത്തിയൊരു വലിയ ഒരു റാലിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് അദ്ദേഹം ഒരു സംഘടന പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അന്ന് സംഘടന പ്രഖ്യാപിക്കുക തൊട്ട് പിറ്റേന്ന് അദ്ദേഹം നേരെ ചെന്നൈയിൽ പോവുകയും DMK ആയിട്ട് അദ്ദേഹം ചർച്ച നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ആ ചർച്ച അധികകാലം മുന്നോട്ട് പോയില്ല. അദ്ദേഹം ചില വേഷം കെട്ടുകളൊക്കെ നടത്തിയതല്ലാതെ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. തുടർന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത്, അന്ന് ഗോവിന്ദ മാഷ് സ്ഥലത്തില്ല. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് അന്ന് ലണ്ടൻ സന്ദർശന സമയമാണ്. അദ്ദേഹത്താണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഗോവിന്ദ മാഷിനെ അദ്ദേഹം ബന്ധപ്പെടുകയും ഞാൻ തിരിച്ചെത്തിയതിന് ശേഷം പ്രശ്നങ്ങളിൽ ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം തിരിച്ചെത്തി ഗോവിന്ദ മാഷിനെ കാണാൻ വേണ്ടി പോയപ്പോൾ വലിയ പ്രതികരണമല്ല ഗോവിന്ദ മാഷ് ഉണ്ടായതോടുകൂടി അദ്ദേഹത്തിൻ്റെ CPM വലിയ പിന്തുണക്കുന്ന ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല എന്നും വ്യക്തമായി. വീണ്ടും അടുത്ത പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. ഇപ്പം DMK ഇല്ല എന്നുള്ള സ്വപ്നം പൊലിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് പുതിയ പാർട്ടി, ഒന്നുകിൽ പുതിയ പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശീയ പാർട്ടിയായിട്ട് ചേർന്ന് പോകണം. അതിന് അദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് AAP ആയിരുന്നു. ആം ആദ്മി പാർട്ടിയായിട്ട് അദ്ദേഹം ഡൽഹിയിൽ ചില ചർച്ചകളൊക്കെ നടത്തി. അരവിന്ദ് കെജ്രിവാളിനെയും മറ്റ് സിസോദിയെ പോലുള്ള ചില നേതാക്കന്മാരെയൊക്കെ അന്ന് ബന്ധപ്പെട്ടെങ്കിൽ പോലും അതത്ര വലിയ കച്ചവടം നടക്കില്ല എന്ന് വ്യക്തമായി. 2025 ജനുവരി മാസത്തിലാണ് അദ്ദേഹം ഈ ആം ആദ്മി പാർട്ടിയുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അദ്ദേഹം ഒറ്റയ്ക്കല്ല എന്ന് കാണിക്കാൻ വേണ്ടി അന്ന് അസംതൃപ്തരായിരിക്കുന്ന CPM അന്ന് ചില രീതികളിൽ LDF തന്നെയുള്ള കുറച്ച് ആളുകളുണ്ട്, അവർക്കൊക്കെ അസംതൃപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇപ്പം
ഉദാഹരണത്തിന് യു പ്രദീപ് അന്ന് ഇദ്ദേഹത്തിന് അനുകൂലമായ ചില നിലപാടുകളൊക്കെ നിയമസഭയിൽ കൈക്കൊണ്ടിരുന്നു. സി ദിവാകരൻ അന്ന് CPM നേതൃത്വത്തിനെതിരെ പരസ്യമായ ചില നിലപാടുകളൊക്കെ സ്വീകരിച്ചത്. പിന്നീട് അദ്ദേഹം കുറച്ചും കൂടി വ്യക്തമായി CPM-നെതിരെ ഒക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു, അല്ലെങ്കിൽ പ്രസ്താവനയൊക്കെ നടത്തി. അങ്ങനെ അദ്ദേഹം ഈ CPM-ആയിട്ട് നേതൃത്വമായിട്ട് ഉടക്കി നിൽക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റാണ്, ഒരു സാധ്യതാ ലിസ്റ്റാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജിക്ക് അയച്ച കത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ആകെ ഇദ്ദേഹത്തിന് പാളിപ്പോയതെന്ന് പറഞ്ഞാൽ ഈ ആളുകളെയൊക്കെ കാണുകയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. കാരണം ജി സുധാകരനൊക്കെ ആ സമയത്തൊക്കെ തന്നെ വലിയ രീതിയിൽ അസംതൃപ്തി പ്രകടിപ്പിച്ച് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഞാൻ കാണുന്നത്, ജി സുധാകരനെ കാണുന്നത്, അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തു, സമയമാകുമ്പോൾ ഞാൻ ചില നിലപാടുകൾ സ്വീകരിക്കും എന്നൊക്കെ. അങ്ങനെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള അസംതൃപ്തരായിട്ടുള്ള ഒരു വലിയ ലിസ്റ്റ് ഇദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു. അതിൽ പക്ഷേ കെ രമയ്ക്ക് എങ്ങനെയാണ് കടന്നുകൂടിയെന്ന് എനിക്കറിയില്ല. കെ രമ RMB-യുടെ പ്രതിനിധിയായിട്ടാണ് അവർ UDF നിലനിൽക്കുന്നത്. MLA ആയത് അവർ RMB എന്നുള്ള രീതിയിലാണ്. RMB ഉണ്ടാക്കിയതാണ് CPM-ആയിട്ടുണ്ടായിരുന്ന ഒരു വലിയ വിഷയമൊക്കെയാണ്. അതുകൊണ്ട് അവരിപ്പം എന്തായാലും RMB വിട്ട് ഈ ആം ആദ്മി പാർട്ടിയിൽ എന്തായാലും ചേരില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കൃത്യമായ ഒരു വഴിയിലൂടെയാണ് ഇത് പോയിരുന്നെങ്കിൽ കുറെ ആളുകളെയൊക്കെ തൃണമൂൽ കോൺഗ്രസിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് പറ്റിയേനെ. പക്ഷെ അദ്ദേഹം പിന്നെയും അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് രക്ഷപ്പെടണം എന്നല്ലാതെ പുള്ളിക്കാരനെ ഒരു വലിയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ ഭാഗമായി മാറുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നില്ല എന്നാണ് പിന്നീടുണ്ടായ അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങൾ. കാരണം നമുക്കറിയാം, നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടാവാനുള്ള കാരണം അദ്ദേഹം രാജിവെച്ചതാണ്. പക്ഷേ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്തിന് അദ്ദേഹം ഏറ്റവും കൂടുതൽ അഭ്യർത്ഥന നടത്തിയത് എന്നെ UDF-ന്റെ ഭാഗമാക്കി മാറ്റണം എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയായിരുന്നു ഈ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരം നൽകണം എന്നുള്ളത്. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് ഇത്ര ആളുകളുടെ പിന്തുണ നഷ്ടപ്പെടുന്നത്. വലിയ പിന്തുണ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹം പിണറായിയെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിനെയും P ശശിയൊക്കെ അതിശക്തമായി എതിർക്കുന്ന സമയത്ത് തന്നെ പാർട്ടിക്കുള്ളിൽ ചില ആളുകൾ, ചില നേതാക്കന്മാർ അദ്ദേഹത്തിന് രഹസ്യമായി നല്ല പിന്തുണ നൽകിയിരുന്നു എന്നുള്ള കാര്യം കറക്റ്റാണത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ വഴിമാറിപ്പോയി, ട്രാക്ക് മാറി എന്നുള്ളത് തന്നെയാണ് ഈ പലരും അദ്ദേഹത്തോട് പിന്നീട് അടുപ്പം കാണിക്കാതിരുന്നതും ഒക്കെ. ഇപ്പോഴും അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരിക്കും എന്ന് പറയുമ്പോഴും CPM-ൽ അല്ലെങ്കിൽ LDF-ൽ വലിയ രീതിയിൽ അസ്വസ്ഥരായി നിൽക്കുന്ന കുറേ നേതാക്കന്മാരുണ്ട്. ഇത്തരം ആളുകളെയൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു പാർട്ടി ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇതിൽ ആകെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ PV അൻവറിന്റെ വിശ്വാസ്യത പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. അദ്ദേഹം ഈ പറയുന്നതിൽ BJP നേതാവുണ്ട്, CKP പത്മനാഭനുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു പരിഗണനയും കിട്ടാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു പഴയ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ഒരു പരിഗണനയും അദ്ദേഹത്തിന് ഈ കാലത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം വരെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിപ്പിച്ചിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ ഈ കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നില്ല. ഇപ്പം അദ്ദേഹം സുരേഷ് ഗോപിക്ക് സീറ്റ് കൊടുത്തപ്പോൾ അതിലൊക്കെ കടുത്ത പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയ ആളാണ്. അങ്ങനെ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി യഥാർത്ഥത്തിൽ ഇല്ലാതായി പോയ ഒരു നേതാവ് എന്ന് പറയുന്നത് ഈ CKP പത്മനാഭനാണ്. അപ്പോൾ CKP പത്മനാഭനെ പോലെയുള്ള കുറേ ആളുകൾ ഈ ഇദ്ദേഹത്തിന്റെ കൂടെ വരും എന്നുള്ളത് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം PV അൻവറിനെക്കാണ് കുറച്ചുകൂടി മുകളിൽ തന്നെയാണ്. അവർക്കിപ്പോൾ പരിഗണന കിട്ടിയില്ലെങ്കിൽ പോലും അവർ കുറച്ച് മുകളിൽ തന്നെയാണ്. പക്ഷേ ഇതിൽ അൻവർ ലക്ഷ്യമിടുന്ന മറ്റൊരു സംഭവമാണ്. അൻവറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിലാണ്. അങ്ങനെ വിജയിക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്താൽ തീർച്ചയായും അദ്ദേഹം മന്ത്രിയാവും എന്നുള്ള വലിയ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. മാത്രമല്ല അദ്ദേഹമായിട്ട് ചില ബന്ധങ്ങളൊക്കെ നേരത്തെ സൂക്ഷിച്ചിരുന്നവരൊക്കെ വീണ്ടും ആ ബന്ധം കുറച്ചും കൂടി ദൃഢമാക്കാൻ ശ്രമിക്കും. അത് പുതിയൊരു പാർട്ടിയിലേക്കുള്ള ഒരു വഴിയായി മാറും എന്നാണ് ഈ അൻവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഇടതുകോട്ടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാം എന്നല്ല അൻവറിന്റെ ഒരു. തീർച്ചയായും അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന് തന്നെ വ്യക്തമായി അറിയാവുന്ന കുറേ സംഭവങ്ങൾ, CPM-ലുള്ള ചില അന്തർനാടകങ്ങളൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. പലരും പിണറായിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ശബ്ദമുയർത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പലരും അദ്ദേഹത്തെ രഹസ്യമായി കണ്ട് നിങ്ങൾ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ അകപഴിഞ്ഞ സംഭാവനകൾ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷ കൊടുത്തിരുന്നു എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. ഞാനുമായിട്ട് നടത്തിയൊരു അഭിമുഖത്തിലും അൻവർ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ കാണുന്നതിനേക്കാൾ ഏറെ ആളുകൾ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവരൊക്കെ തീർച്ചയായും എന്നോടൊപ്പം നിൽക്കും എന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവർ ഇപ്പോൾ അവരുടെ അഭിപ്രായം തുറന്നു പറയാത്തത്. ഇതല്ലെങ്കിൽ നാളെ അവരുടെ നയം വ്യക്തമാക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ നമ്മൾ നോക്കൂ, ഇതിലിപ്പോൾ അസ്വസ്ഥരായി നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇപ്പം PK ശശിയെ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയമുണ്ട്. അതുപോലെ G സുധാകരനെ പോലെയുള്ള ഒരു നേതാവ് PV അൻവർ ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ, അദ്ദേഹത്തിന് അതിനുള്ള
ക്ഷമയുണ്ടാവുമോ എന്നുള്ളതാണ് മറ്റൊരു സംഭവം. ഇപ്പോൾ ഇവിടെ ഷൈൻ ടീച്ചറുടെ കാര്യം വരെ ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ യു പ്രതിഭ ഇപ്പോൾ അവിടെ വീണ്ടും അവർ സ്ഥാനാർത്ഥിയായിരിക്കുന്നു. അവർ തീർച്ചയായും അവിടെ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ജയിച്ചാൽ ഒരു കാരണവശാലും അൻവറിൻ്റെ കൂടെ നിൽക്കുമോ? ഇങ്ങനെയുള്ള കുറേ ചർച്ചകൾ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഞാനൊരു സാധ്യതാ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ സാധ്യതയുള്ള നേതാക്കന്മാരെ എന്തുകൊണ്ട് ഈ TMC നേതൃത്വം, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ എന്തുകൊണ്ട് കണ്ടില്ല? അവർ ചെയ്യേണ്ടിയിരുന്നത് ഇവരൊക്കെ ആയിട്ട് വന്ന് ചർച്ച ചെയ്ത് അവരെയൊക്കെ തൃണമൂലിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ ആരും ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയില്ല. പിന്നെ മൂന്നാമത് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, ഇവിടെ LDFൻ്റെയോ UDFൻ്റെയോ ഭാഗമായി നിൽക്കാതെ എങ്ങനെയാണ് അധികാരത്തിലെത്തുക? തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസുമായിട്ട് യാതൊരു സഖ്യവും പാടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് എന്തായാലും LDF ഒരു സഖ്യം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ, മുസ്ലിം ലീഗിൻ്റെ കൂടെയൊക്കെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ അൻവറിനെ ഏറ്റവും കൂടുതൽ പിന്തുണച്ച നേതാവ് എന്ന് നമുക്കറിയാം. ഈ UDF എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അന്ന് തൊട്ട് ഇദ്ദേഹം രാജിവെച്ച് പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ തൃണമൂലിൽ പോയി കയറിയതിന് ശേഷം അദ്ദേഹം നടത്തിയ UDFിലേക്ക് കയറാൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും അന്ന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്നത് മുസ്ലിം ലീഗായിരുന്നു, നമുക്കറിയാം. അതിനുശേഷം നമുക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഈ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം വരുന്നു. അതിൽ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ കള്ളപ്പണവും അതുപോലെ സ്വർണ്ണക്കടത്തൊക്കെ നടക്കുന്നു. അധാർമിക പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ജില്ല ആണ് മലപ്പുറം എന്നുള്ള രീതിയിൽ മലപ്പുറത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു ആരോപണം വരുന്നു, ക്യാമ്പയിൻ പോലെ വരുന്നു. അത് പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ തന്നെ വലിയ അസംതൃപ്തി ഉണ്ടാക്കുകയും അവർ വളരെ സംഘടിതമായി മുഖ്യമന്ത്രിയുടെ ആ അഭിപ്രായത്തിനെതിരെ നീങ്ങുകയൊക്കെ ചെയ്യുന്നൊരു കാലം നമുക്ക് അറിയാം. അപ്പോൾ ഈ സമയത്താണ് അദ്ദേഹത്തോട് മുസ്ലിം ലീഗുകാർക്ക് കുറച്ചും കൂടെ അടുപ്പം തോന്നുന്നത്. കാരണം പിണറായിയുടെ മനസ്സ് ഒരിക്കലും ലീഗിനൊപ്പമല്ല അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കൊപ്പമല്ല എന്ന്, ഞങ്ങൾ ഭരിക്കുന്ന കാലത്തെല്ലാം മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റാണ് എന്നുള്ള ഒരു വാദമൊക്കെ പിന്നീട് ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരുപാട് അസംതൃപ്തരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു അൻവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും അൻവർ കയറിയ വണ്ടികളെല്ലാം റോങ് സൈഡിലേക്ക് വന്ന വണ്ടികളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് വണ്ടി മാറി കയറി അബദ്ധത്തിൽ പോയി പെട്ട ഒരാളായിട്ടാണ് എനിക്കിപ്പോൾ അൻവറിനെ ഒറ്റ നിരീക്ഷിക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ അൻവർ ജയിച്ചാൽ പലതും കാണാം. തീർച്ചയായും അൻവറിനെ നമുക്ക് അങ്ങനെ എഴുതി തള്ളാൻ പറ്റുകയില്ല. കാരണം അതാണ് അൻവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത. ഞാൻ പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ എന്ത് അക്രമമാണ് നടത്തുക നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന ആളല്ല അൻവർ. പക്ഷേ അൻവറിന് ഇതുവരെയുള്ള ഒരു CPM ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് 1.5 വർഷക്കാലമായി അൻവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമായിരുന്നു. പക്ഷേ ഈ ദിവസത്തോടു കൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അൻവർ പൂർണ്ണമായും റോങ് സൈഡിൽ സഞ്ചരിച്ച് കുഴിയിൽ വീണുപോയ ഒരാളാണ്. ഇപ്പം നമുക്ക് ചില വാർത്തകളൊക്കെ കാണാം. അതായത് നമ്മൾ മാപ്പ് നോക്കി, ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി പുഴയിലൊക്കെ പോയി ഇറങ്ങിപ്പോയ ചില ദുരന്തങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നിരവധി ആളുകൾ മുങ്ങി മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയത്തിൽ ഈ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി അബദ്ധത്തിൽ പോയി ചാടി ദുരന്തത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് എനിക്ക് അൻവറിനെ ഫീൽ ചെയ്യുന്നത്.